ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സമ്മർ വെയർ ആയിട്ടുള്ളൊരു ഗാർമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് സമ്മർ വെയർ എന്ന് പറയുമ്പോൾ കോട്ടനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ യൂസ് ചെയ്യും. അപ്പം ഞാനിതിൽ ഒരു ഉള്ളിലൊരു ടാൻ ടോപ്പും പുറത്ത് ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ഒരു ഷിഫോണിൻ്റെ ഒരു ഡ്രസ്സുമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ സമ്മറിൽ ബ്രൈറ്റ് കളേഴ്സ് അതുപോലെ ഫ്ലോറൽ പ്രിൻ്റൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഡെനിമിൻ്റെ ഒരു ഷോർട്സാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ച് ഡിസ്ട്രെസ് ആയിട്ടുള്ള ഒരു ഡെനിമിൻ്റെ ഒരു ടെക്സ്ചറാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അതുപോലെ അതിൻ്റെ ബോട്ടത്തിൽ ഫ്രിഞ്ചസ് പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലത്തെ ഒരു ടെക്സ്ചറും കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടോപ്പിന് ഞാൻ ബെൽ സ്ലീവാണ് കൊടുക്കുന്നത്. കുറച്ച് ലൂസി ആയിട്ട് ഹാങ് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഒരു സ്ലീവാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. ഷോർട്സിന് അതുപോലെ തന്നെ ബെൽറ്റ് ഇടാനുള്ള ലൂപ്പ്, പ്ലാക്കറ്റ്, പോക്കറ്റ് ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. സമ്മർ വെയറിന് അതുപോലെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ബോഹോ ബാഗ്, ടോട്ട് ബാഗ്, അങ്ങനത്തെ ടൈപ്പ് തുണികളുടെ ഹാങ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ബാഗൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫുഡ് വെയർ നമുക്ക് ഫ്ലാറ്റ്സ്, വെഡ്ജസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നെക്ക് പീസായിട്ട് ബീഡഡ് ആയിട്ടുള്ള നെക്ലേസ് അല്ലെങ്കിൽ ലൈഡ് ആയിട്ടുള്ള നെക്ലേസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹെയർ സ്റ്റൈല് നോക്കുകയാണെങ്കിൽ നമുക്ക് മെസ്സി ബൺ, ഓപ്പൺ ഹെയർ, അങ്ങനെ ഇഷ്ടമുള്ള ഹെയർ സ്റ്റൈൽ യൂസ് ചെയ്യാം. കൂടുതലും ഇങ്ങനെ ലൂസി ആയിട്ട് കിടക്കുന്ന ടൈപ്പ് ഹെയർ സ്റ്റൈലായിരിക്കും സമ്മറിൽ എല്ലാവരും ചൂസ് ചെയ്യാം. അതുപോലെ ക്യാപ്പിന് നമ്മൾ ഫ്ലോപ്പി ക്യാപ്പ് അല്ലെങ്കിൽ ഷാഡോ ക്യാപ്പൊക്കെ യൂസ് ചെയ്യും സമ്മറിൽ അധികം സൺലൈറ്റ് കൊള്ളാതിരിക്കാനായിട്ട്. ഹെയർ ചെയ്യുമ്പോൾ ക്രോക്കിയുടെ താഴേക്കും മുകളിലേക്കും ഈക്വൽ എമൗണ്ടിൽ ഹെയർ ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യുക. എന്നാലാണ് ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുക. പിന്നെ ഇതിൽ ഞാൻ മെസ്സി ബണ്ണാണ് വരച്ചു കൊടുക്കുന്നത്. കുറച്ച് പൊക്കി കെട്ടിയിട്ട് ലൂസായിട്ട് ഹെയർ ബൺ ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. ബായ്.